ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കണേ. അതായത് ഞങ്ങളുടെ ഇരിങ്ങാലക്കുട പള്ളി പെരുന്നാൾ ചെറിയൊരു ഭാഗം കാണുന്നുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പള്ളി പെരുന്നാളിന് ഞങ്ങൾ ഒരു 3 ഫാമിലി, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ പെരുന്നാളിന് കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ ഡിന്നറിന് ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഓൾറെഡി അവർ പ്ലാൻഡ് ആയിരുന്നു അമ്പലത്തിൽ പോകാനുള്ളത്. പിന്നെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങളും ഓക്കെ എന്ന് പറഞ്ഞു. അതായത് ഒരു പിറ്റേ ദിവസം നമുക്ക് അമ്പലത്തിൽ പോയാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോയിട്ടോ. ഏത് അമ്പലത്തിലേക്കാണ് പോയെന്ന് വെച്ചാൽ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലാണ് കേട്ടോ പോയത്. അത് കുന്നംകുളം ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ രാവിലെ 6:30 പോന്നിട്ട് ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് നിൽക്കുന്നത്. പിന്നെ അവർ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി അങ്ങനെ പോയി. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. യാത്രയൊക്കെ തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ അമ്പലമായിരുന്നു പ്ലാനിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ധന്വന്തരി ക്ഷേത്രത്തിൽ പോയി. വലിയ തിരക്കൊന്നുമില്ല, അങ്ങനെ ഇല്ല കേട്ടോ. സുഖമായിട്ട് ഭഗവാനൊക്കെ തൊഴുതു. അതുപോലെ തന്നെ വഴിപാടുകളൊക്കെ നടത്തി. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട 1-2 വഴിപാടിലൊരു ഇതായിരുന്നു മുക്കുടി നിവേദ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. അതിൽ എന്താ പറയുക, ഒരു മോര് കറി കഴിക്കുന്ന ഒരു ടേസ്റ്റ്, കുറച്ചൊക്കെ എരിവ് കൂടുതലുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ ഒക്കെ ഒരു എരിവ് പോലെ അതൊക്കെ ഫീൽ ചെയ്യും നമുക്ക്. അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല എല്ലാവരും ഞാൻ 4 പേർക്ക് കൂടിയിട്ടാണ് വഴിപാട് നടത്തിയത്. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കുട്ടികൾ കഴിക്കുമോ ഇല്ലേ എന്നൊരു പേടി. പിന്നെ ഞാനും കഴിക്കുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കുടിച്ച് കഴിക്കുമ്പോൾ നല്ല ഒരു മോര് കറി കുടിക്കുന്ന ഒരു ഫീൽ കിട്ടി. പിന്നെ അവിടെ പോയി അങ്ങനെ വഴിപാടുകളൊക്കെ നടന്നു. ഇതാണ് കേട്ടോ ധന്വന്തരി ക്ഷേത്രം. നല്ല രസം, നല്ലൊരു ആംബിയൻസാണ് അവിടെ പാടമാണ് കേട്ടോ പിന്നിൽ കാണുന്നത്. നല്ല കാറ്റും നല്ലൊരു രസമായിരുന്നു. ഒരു പ്രത്യേക ഒരു രസമല്ല ക്ഷേത്രത്തിൽ രാവിലെ എനിക്ക് ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും കൂടി തൊഴുതു, ഭഗവാനെ നന്നായി കാണാൻ പറ്റി, തൊഴുതു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പിന്നെ പോയത് എവിടേക്കാണെന്ന് വെച്ചാൽ വേറൊരു ക്ഷേത്രത്തിലായിരുന്നു. അത് കാക്കാട് മഹാഗണപതി ക്ഷേത്രം, കാക്കാട് കുന്നംകുളത്ത് തന്നെ. അപ്പോൾ ഞങ്ങൾ പിന്നെ പോയത് ആ ഒരു അമ്പലത്തിലേക്കാണ് പോയത്. അവിടെയും പോയപ്പോൾ ഭഗവാനെ നന്നായിട്ട് കാണാൻ പറ്റി, തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ വഴിപാട് നേർന്നു. അത് എന്തായിരുന്നു ഒരു വഴിപാട് നേർന്നത് ഓർമ്മയില്ല. അപ്പം അതും അവിടെ നമ്മൾ വഴിപാടുകൾ നടത്തി. അങ്ങനെ ഞങ്ങൾ 3 ഫാമിലിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുന്നതാണിത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10 മണി 10:30 ആവാറായിട്ടുണ്ടായിരുന്നു. ദോശയാണ് എല്ലാവരും പറഞ്ഞത്. മസാല ദോശ, നെയ് റോസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് എല്ലാവരും അടുത്ത ഗൂഢാലോചന എവിടേക്ക് ഇനി അടുത്തത് പോകണം എന്നുള്ള തീരുമാനം എടുക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ പ്ലാൻ ഇട്ടത് മറ്റേ മൈതാനം ഉണ്ടല്ലോ, തൃശ്ശൂരുള്ളത് വടക്കുന്നതിൻ്റെ മൈതാനത്ത് അവിടെ പോയി ഇരിക്കാം എന്നുള്ള പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ തിരിച്ച് പോന്നു. പിന്നെ വഴിയെ വെച്ചിട്ട് പ്ലാൻ മാറ്റി ശോഭ മോളിൽ പോകാമെന്ന് കരുതി, ശോഭ സിറ്റി മോളിൽ. അപ്പോൾ ഈ വരുന്ന വഴിയിൽ തന്നെയാണ് മോളുള്ളത്. പിന്നെ എല്ലാവരും കൂടി മോളിൽ കയറി കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോളിൽ കയറിയിട്ട് എല്ലാവരും ചുമ്മാ തരാപാര കുറേ ഷോപ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ വിസിറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ കുട്ടികൾ അവരൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാവരും സന്തോഷമായിരുന്നു. കാരണം വല്ലപ്പോഴും നമ്മളിങ്ങനെ എല്ലാവരും കൂടി കൂടുന്നതിൻ്റെ ഒരു സന്തോഷം ഒരു പ്രത്യേകത തന്നെയാണ് അല്ലേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് മോളിലൊക്കെ കയറി. അങ്ങനെ അവിടെ നിന്ന് ഇപ്പോൾ കുട്ടികൾക്ക് മറ്റേ VR-ലൊക്കെ കയറിയവർ അതിലൊക്കെ പോയി. അങ്ങനെ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി എൻജോയ് ചെയ്തു. ഞങ്ങൾ പലപ്പോഴും പ്ലാൻ ചെയ്യാറുണ്ട് പല സ്ഥലത്തേക്കും പോകാറുണ്ട്, പക്ഷെ പലപ്പോഴും നടക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണല്ലോ, പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ യാത്രകൾ നടക്കാറില്ല. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ യാത്രകളാണ് നടക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പെട്ടെന്നായിരുന്നു ഇതൊക്കെ നടന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അതൊക്കെ കണ്ട് പിന്നെ തിരിച്ചു വന്ന്
തിരിച്ച് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവർ ഒന്നിച്ചാണ് കയറിയെങ്കിലും ഞങ്ങൾ ഇരിങ്ങാലക്കുട വന്നിട്ട് കയറിയത്. പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ ജസ്റ്റ് വാട്ടർമെലൻ മാത്രം ജ്യൂസ് കുടിച്ചു. അവർ ഫുഡ് കഴിച്ചു. പിന്നെ അവർ സിനിമയ്ക്കാണ് അപ്പോൾ ഞങ്ങളോടും വരാൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത സിനിമകളായതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയില്ല, അവർ പോയി. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് പോയത്. അങ്ങനെ നല്ലൊരു അടിപൊളി യാത്രാ വിശേഷത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഒരു കുട്ടിയൊരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. അപ്പോൾ ഇനി ഇതുപോലൊരു വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം, മുന്നത്തെ വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ see you in next video. Bye bye.